റോട്ടറി ക്ലബ് ഇന്റർനാഷണൽ എടപ്പാളിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വ്യാഴാഴ്ച രാത്രി 7-ന് പന്താവൂർ VVK കൺവെൻഷൻ സെന്ററിൽ നടക്കും. കാലടി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ സ്കൂളുകൾക്കായി അനുവദിച്ച ഡിജിറ്റൽ ബോർഡിന്റെ ഉദ്ഘാടനം പോത്തന്നൂർ GUP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു ഉദ്ഘാടനം ചെയ്തു. പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്രവും ഡോക്ടർ രാജാസ് ആയുർവേദ ഹോസ്പിറ്റലും കൂടി സംയുക്തമായി ഔഷധക്കഞ്ഞി വിതരണവും ആയുർവേദ സെമിനാറും സംഘടിപ്പിച്ചു. ആരോഗ്യമേഖലയെ വെന്റിലേറ്ററിൽ എത്തിച്ച മന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP എടപ്പാൾ പഞ്ചായത്ത് കമ്മിറ്റി എടപ്പാൾ CHC-യിലേക്ക് മാർച്ച് നടത്തി. രവി തേലത്ത് ഉദ്ഘാടനം ചെയ്തു. വളം സബ്സിഡി വെട്ടിക്കുറച്ച് കർഷകരെ ദുരിതത്തിലാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കർഷക സംഘം എടപ്പാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംശക്കച്ചേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം K ദേവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ച MP കുട്ടൻ നായരുടെ ഓർമ്മ നിലനിർത്തുന്നതിനായി CPIM ആലങ്കോട് ലോക്കൽ കമ്മിറ്റി MP കുട്ടൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. P നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വളയംകുളം അസബ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആന്റി നാർക്കോട്ടിക് സെല്ലിന്റെയും NSS യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ MN മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പുത്തൂരിന്റെ 93-ാം ജന്മവാർഷിക സ്മൃതി ദിനാഘോഷത്തിന്റെ ഭാഗമായി ആനപ്പകയുടെ 50 വർഷങ്ങൾ നോവൽ ചർച്ച ചെയ്തു. ചങ്ങരകുളം സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയിൽ നടന്ന പരിപാടി എഴുത്തുകാരൻ P സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചങ്ങരകുളം കാഞ്ഞൂർ ഭഗവതി ക്ഷേത്രം രാമായണ മാസാചാരണവും വിശേഷാൽ പൂജകളും ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ നടക്കും. വട്ടംകുളം എരുവപ്ര വടക്കത്ത് വളപ്പിൽ വട്ടംകുളം ശങ്കുണ്ണി അന്തരിച്ചു. 89 വയസ്സായിരുന്നു. കക്കിടിപ്പുറം പുലാക്കാട്ട് മേലേതിൽ രാമനുണ്ണിയുടെ ഭാര്യ റിട്ടയർഡ് അധ്യാപിക പത്മിനി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. Sunrise Hospital. Care beyond cure.